ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പോ ഫോൺ ചെയ്ത് എല്ലാവരെയും അറിയിക്കാൻ പോവായിരുന്നല്ലേ? എടുക്കടി കളവി നിങ്ങളുടെ ഫോൺ. ഉറക്കം വരുന്നില്ലേ? ഇല്ല. മാധവേട്ടന്റെ ഈ ഉറക്കമില്ലായ്മയുടെ കാര്യം എനിക്കറിയാം. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു കാണും അല്ലേ? അമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്തോ. ചുമ തുടങ്ങിയ പിന്നെ ഒരു നൃത്തം കാണില്ല. അതൊക്കെ വർഷ നോക്കിക്കോളും. വർഷയ്ക്ക് അച്ഛമ്മയെ വലിയ ഇഷ്ടമാണല്ലോ. ഈ അവസ്ഥയിൽ എന്റെ മോൾക്ക് അമ്മ അവിടെ നിൽക്കുന്നത് വലിയ ആശ്വാസമായിരിക്കും. അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായിക വന്ന ആ കാര്യം വർഷ നോക്കിക്കോളും. നമ്മളെ അറിയിച്ചില്ലെങ്കിലും വന്ദനമോളെ വിളിച്ചറിയിച്ചിരിക്കും. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ലെന്ന ഒടുവിൽ കിട്ടിയ വാർത്ത. വിക്രമിന്റെ വീട് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയത്രേ. അമ്മയൊന്ന് കാണാൻ കൊതിയാവുന്നു ചന്ദ്രു. നമ്മുടെ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും നടുവില് അമ്മയുടെ ശബ്ദം കേൾക്കുന്നത് ഒരു ബലം തന്നെയാ. അവിടെ വർഷയുടെ കാര്യത്തിലും ബലം അച്ഛമ്മ തന്നെയാ. വർഷയുടെ പ്രസവം കഴിയുന്നത് വരെ അമ്മ അവിടെ തന്നെ നിൽക്കട്ടെ. അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. അത് മതി. വർഷമോളുടെ സന്തോഷമല്ലേ നമ്മുടെയും സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് എനിക്കും അമ്മയെ കാണണമെന്ന് തോന്നും. ആ ശകാരിക്കലും സ്നേഹം ഒന്നും നഷ്ടപ്പെടുത്തി കളയാൻ എനിക്കും പറ്റുന്നില്ല. ചന്ദ്രു, നിന്നെ പോലൊരു പെണ്ണിനെ കൂട്ടായി കിട്ടിയതാ എന്റെ ഭാഗ്യം.
ഹലോ അച്ഛമ്മേ. മുത്തശ്ശി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഒരബദ്ധം പറ്റിയതാ. നടന്നൊന്ന് മുത്തശ്ശി ആരോടും പറയരുത് പ്ലീസ് മുത്തശ്ശി. നീ പോ. ഏ? പോ. എനിക്ക് പേടിയാ. നീ പോ. ആഹാ, അപ്പോ ഫോൺ ചെയ്ത് എല്ലാവരും അറിയിക്കാൻ പോവായിരുന്നല്ലേ? എടുക്കടി കളവി നിങ്ങളെ ഫോൺ. ഫോൺ കിട്ടുന്നില്ലല്ലോ. അച്ഛമ്മയ്ക്ക് എന്നോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അവിടെ എന്തോ പന്തികേടുണ്ട്. ഈശ്വര, എന്ത് ചെയ്യാനാ? അച്ഛമ്മയെ ഭീഷണിപ്പെടുത്തിയത് ആരായിരിക്കും? നിന്നെ എനിക്ക് പണ്ടേ സംശയമായിരുന്നു. എന്റെ മോളെവിടെ? എന്റെ കുഞ്ഞെവിടാ? എന്റെ മോളെവിടെ? വർഷമോളെ, എന്റെ മോളെ നീ കൊന്നോ? കൊല്ലും. ഇപ്പോ കണ്ട കാര്യം ആരോടെങ്കിലും പറയാൻ ഈ നാക്ക് പൊന്തിയ ആദ്യം ഈ നാവ് പിടിതെടുക്കും. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവളെ ഞാൻ കൊല്ലും. അത് വേണോ? ഞാൻ പറയൂടാ, ഞാൻ എല്ലാവരോടും പറയും. വർഷമോളെ, വർഷമോളെ, മോളെ, നിങ്ങൾ എങ്ങോട്ടേ പോകുന്നത്? മോളെ, വർഷമോളെ, വർഷമോളെ. പോരുന്നു. മാനത്തെ കൊട്ടാ